നമ്മുടെ ഇന്നത്തെ അടുത്ത സെഗ്മെന്റ് വിജയ് വീതിയിലൂടെ നമ്മുടെ ഇടയിലുള്ള പല പല മേഖലകളിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള മലയാളികളെ പരിചയപ്പെടുത്തുക, അവർക്കൊരു അവസരം കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇന്നും നമ്മൾ വിജയ് പരിചയപ്പെടുന്നത് രതീഷ് മേഞ്ചേരി മോനിനെയാണ്. രതീഷ് മേഞ്ചേരിനെ ഞങ്ങൾ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ മലയാളികളുടെ ഇടയിൽ വളരെ സുപരിചിതമാണ് ഇദ്ദേഹത്തിൻ്റെ ടെക് ഗുരുവും ഹോള റിസോർട്ടും ഫ്രൂട്ട്സ് ഇല്ല, നമ്മുടെ കട, അങ്ങനെ ഒത്തിരിയധികം സ്ഥാപനങ്ങളുടെ തലവനാണ്. ധാരാളം മലയാളികൾക്ക് ജോലി അവസരങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം കാനഡയിൽ എത്തിയതിനെക്കുറിച്ചും ഇങ്ങനൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പണിത്തതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടായിരുന്നു ഫസ്റ്റ് എപ്പിസോഡിലൂടെ. ഇപ്പോൾ ഈ ഭാഗത്ത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് വിജയ് വീതിയിലൂടെ. ഇപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ധാരാളം അവാർഡ്സ് കിട്ടുകയുണ്ടായി. നമ്മൾ വളരെ ഒരു ഇൻസ്പിറേഷനായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മലയാളികളുടെ ഇടയിലും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ബിസിനസ് അവാർഡ്സ് ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ ആ ഒരു കാഴ്ചകളും ആ ഒരു കഥകളും ഒക്കെ നമുക്ക് കേൾക്കാം വിജയ് വീതിയുടെ സെക്കൻഡ് സെഗ്മെൻറ്റ് രതീഷ് മേച്ചേരിയുമായിട്ട്. പുതിയ സംരംഭകരുടെ അടുത്ത് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ലാൻഡ് ബിസിനസ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ലാൻഡാണ്. വൺസ് ഇവിടെ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഈസി ടു ഗോ ടു എനി അതർ കൺട്രീസ്. നിയറസ്റ്റ് കൺട്രി വലിയൊരു ഗ്ലോബൽ മാർക്കറ്റുള്ള US ഉണ്ട്, അതിലോട്ടെല്ലാം കിടക്കാൻ ഈസിയാണ്. പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ മെയിൻലി പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിനെ വെയിറ്റ് ചെയ്തിരിക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും തോട്ട് ഉണ്ടെങ്കിൽ അത് ആക്ഷനബിൾ ടാസ്ക്കാക്കി മാറ്റുക. പലരും ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് പല പ്രോബ്ലംസും കാരണം സ്റ്റാർട്ട് ചെയ്യാതിരിക്കുകയാണ്. പക്ഷേ ഈ കൺട്രിയിൽ നിങ്ങൾക്ക് റൈറ്റ് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വിതൗട്ട് എനി മണി, അതല്ലെങ്കിൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭം ഇവിടെ കെട്ടി ഉയർത്താൻ പറ്റും. അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് അനുസരിച്ചായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഞാൻ എല്ലാവരും ചോദിക്കുന്ന ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്, സക്സസ്സിനെ കുറിച്ച് പറയൂ എന്നുള്ളത്. സക്സസ് എന്നുള്ളത് ഒരു ടിപ്പിക്കൽ ഹൈപ്പോത്തറ്റിക്കൽ വേർഡാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഇതിൽ ആ ഒരു സക്സസ് എന്നുള്ളതിനെ വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, രണ്ട് ഈ പുതിയ വരുന്ന എക്സ്പ്ലോർ ചെയ്യുന്ന ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, തേർഡ് ഈ ഓപ്പർച്യൂണിറ്റീസിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ റിയൽ ആക്ഷനബിൾ ഐറ്റം ആക്കി പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, ഒരു ഗ്രോ ടുഗദർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് സെയിം ഫ്രീക്വൻസി ഉള്ള പാർട്ട്നേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ പുൾ ഓഫ് ചെയ്യാൻ നോക്കുക. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ ചലഞ്ചസ് ഉണ്ട്, പക്ഷേ പാർട്ട്ണർഷിപ്പ് റിസ്കുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഗ്രോ ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ടാവും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ. പക്ഷേ മൾട്ടിപ്പിൾ ആൾക്കാരായിട്ട് ചെയ്യുമ്പോൾ ഗ്രോ ചെയ്യാൻ ഈസി ആയിരിക്കും, പക്ഷേ അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാനും അതൊരു ബിസിനസ് എൻറ്റിറ്റിയാണ് എന്നുള്ള ഒരു രീതിയിൽ, അതായത് ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞുള്ള ഒരു സംരംഭമാണെങ്കിൽ ആ സംരംഭത്തിനൊരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ആയിട്ട് തന്നെ കാണണം, അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അല്ലാതെ അതിനകത്ത് സെൻറ്റിമെൻറ്റ്സോ അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന സെൻറ്റിമെൻറ്റ്സിനെ നമ്മൾ പേഴ്സണൽ മാറ്റേഴ്സിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ തന്നെ അത് ഡ്രോപ്പ് ചെയ്യും. ഞാനത് കണ്ടിട്ടുണ്ട്. ബട്ട് ഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ രണ്ട് ടൈപ്പിലുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു പരിധിവരെ ഇപ്പോൾ ഇത് ലേൺ ചെയ്തതുകൊണ്ട് എല്ലാം എന്താ പറയുക, ആ ഒരു ഫ്രീക്വൻസിനെ മാച്ച് ചെയ്യിപ്പിക്കാനും അതിനകത്തുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്. ഞാൻ കാനഡയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറേ ടെക്നോളജി കോൺഫറൻസസിലും അതുപോലെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ ഒരു 4 or 5 ലീഡർഷിപ്പ് അവാർഡ്സ് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവാർഡ്സിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഓക്കെ, അതൊരു 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന്, അവാർഡ് കിട്ടുന്നു. രണ്ട്, അതിനൊരു മാർക്കറ്റിംഗ് ആസ്പെക്ട്സ് ഉണ്ട്. ബിക്കോസ് ഗ്രോ ചെയ്യുമ്പോൾ വി ആർ ഇൻവൈറ്റഡ് ഫോർ അവാർഡ്സ് എന്നുള്ളതാണ്. റീസെൻ്റ്ലി കിട്ടിയിട്ടുള്ള അവാർഡ് എന്ന് പറഞ്ഞാൽ 40 under 40 എന്നുള്ളൊരു അവാർഡ് കാനഡയിൽ നിന്ന് കിട്ടിയിരുന്നു. അതും ഇതേപോലെ നോമിനേറ്റഡ് ഇൻവൈറ്റ്സ് ആൻഡ് എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു ക്രൗഡിൽ ഇന്ത്യനായിട്ട് ഞാനുണ്ടായിരുന്നു. ബട്ട് ഐ ബീൻ ഹിയർ ഫ്രം അതർ മെമ്പേഴ്സ്, ദേ ആർ ഓൾസോ ഇൻവൈറ്റഡ് ഫോർ ദിസ്.
പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് കിട്ടിയത് ബുർജ് CEO അവാർഡ് എന്നുള്ള ഒരു അവാർഡ് ഇസ്താൻബുളിൽ നിന്ന് കിട്ടിയത്. But that event turned out in a different way because ഞാൻ അവിടെ ചെന്ന സമയത്ത് എനിക്ക് എന്താ പറയുക ഈ കുറച്ച് ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് അതുപോലെ സിമിലർ കൈൻഡ് ഓഫ് ബിസിനസ് ഓൾറെഡി ഗ്രോ ചെയ്ത് ഗ്ലോബലി നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി. അവരെ അഡ്വൈസസ് അതുപോലെ നെക്സ്റ്റ് എക്സ്പാൻഷൻ പ്ലാനിൽ ഒരുപാട് ഹെൽപ്സ് അങ്ങനത്തെ ഇതെല്ലാം കിട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു അവാർഡ് ഇസ് എ പാർട്ട് ഓഫ് ദി ഗെയിം. ജസ്റ്റ് അവാർഡിന് വേണ്ടി ചെയ്യാതെ ഇത് ചെയ്തതിൻ്റെ പാർട്ടായിട്ട് വന്നിട്ടുള്ളതാണ്. ബട്ട് ദാറ്റ് ഗിവിങ് യു ലോട്ട് ഓഫ് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്. സോ അതിന് മാക്സിമം പൊട്ടൻഷ്യലി യൂസ് ചെയ്യാനാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോംസ്, ഈ അവാർഡ് പ്ലാറ്റ്ഫോംസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിവിടെ വന്നപ്പോൾ ആദ്യം തപ്പിയത് സോക്കർ കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ ബേസിക്കലി എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് സ്പോർട്സ് ആക്ടിവിറ്റീസും കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസും ഞാൻ ചെറുപ്പം കാലം മുതലേ കൊണ്ടുവന്ന് നടന്നിരുന്നു. അതായത് ഏകദേശം ഒരു 5 വയസ്സുള്ള സമയത്ത് ഞാൻ നാട്ടിൽ തന്നെ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളവിടെ നിന്ന് വളരെ ആക്റ്റീവായിട്ട് പരിപാടികൾ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കമ്മ്യൂണിറ്റി കാര്യങ്ങളെല്ലാം വന്നപ്പോൾ മുതൽ ആക്റ്റീവായിരുന്നു. ഇപ്പോൾ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബേസിക്കലി വേൾഡ് മലയാളി ഫെഡറേഷൻ എന്ന ഒരു സംഘടനയുടെ ഒരു 160 കൺട്രീസിൽ ആ സംഘടനയുണ്ട്. അതിലെ നോർത്ത് അമേരിക്കാസ്, എൻറ്റയർ അമേരിക്കാസ് ദാറ്റ് ഇൻക്ലൂഡ്സ് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ആൻഡ് കരീബിയൻസ്, ഇത്രയും കൺട്രീസിലൊരു 42 കൺട്രീസിൻ്റെ കോർഡിനേറ്ററാണ്. അപ്പോൾ അത് ബേസിക്കലി മെയിൻലി യൂസ് ചെയ്യുന്ന ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് മലയാളീസിൻ്റെ ഗ്ലോബലിയുള്ള കുറച്ച് ചലഞ്ചസ്, അതുപോലെ ഇവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ കുറച്ച് ചലഞ്ചസ് നമുക്ക് ഡയറക്റ്റ്ലി വരുന്ന ക്വറീസ് എല്ലാം അറ്റൻഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് സ്റ്റുഡൻസിൻ്റെ, ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും അതർ ഇഷ്യൂസും. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോവിഡ് സമയത്ത് WMF വഴിയാണ് ഇവിടുത്തെ ഫസ്റ്റ് മലയാളി സംഘടന ഒരു എന്താ പറയുക കിറ്റ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് നമ്മളായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ബേസിക്കലി ഇനീഷ്യലി. അപ്പോൾ കോൺസുലേറ്റ് ജനറലിൻ്റെ സൈഡിൽ നിന്ന് അതിനൊരു അപ്രീസിയേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇവിടുത്തെ സ്പോർട്സ് ക്ലബ്ബുകൾ കുറച്ച്, അതായത് 1-2 സ്പോർട്സ് ക്ലബിൻ്റെ ക്രിക്കറ്റ്, ഫുട്ബോൾ അതുപോലെയുള്ള സംഘടനയുടെ നേതൃത്വങ്ങളിൽ ഉണ്ട്. അതെല്ലാം കൂടാതെ നമ്മൾ ഇപ്പോഴും സ്പോർട്സ് കളിക്കുന്നുണ്ട്. അതായത് ഒരു 8-9 ടൂർണമെൻറ്റ്സ് US പോയി കളിക്കും സോക്കർ. അതുപോലെ 1-2 ടൂർണമെൻറ്റ്സ് ഇവിടെ ക്രിക്കറ്റ് ഇവിടെ കളിക്കും. അതുകൂടാതെ യൂറോപ്പിൽ 1-2 ഫുട്ബോൾ ടൂർണമെൻറ്റ്സ് പോയി കളിക്കും. ഇതൊക്കെയാണ് എൻ്റെ സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ഇപ്പോൾ ബേസിക്കലി ഉള്ളതുപോലെ ബാക്കിയുള്ള കമ്മ്യൂണിറ്റി ഇവൻസിനെ സപ്പോർട്ട് ചെയ്യുക. അതായത് ചെറിയ നമ്മളാൽ ഒതുങ്ങുന്ന രീതിയിലുള്ള സ്പോൺസർഷിപ്പ് കൊടുത്ത് ഒരു 1-1.5 വർഷമായിട്ട് സ്പോർട്സ് ക്ലബ്ബുകളെയും ആർട്സ് ക്ലബ്ബുകളെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആക്ടിവിറ്റീസ് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ഒരു പാർട്ടാവുന്നുണ്ട് ഇവരുടെ എല്ലാവരും കൂടെ. ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭാര്യ പാർവതി, എൻ്റെ IT കമ്പനിയിൽ തന്നെ ഗൈഡ് വെയർ സൈഡ് ആർക്കിടെക്റ്റിങ് ആൻഡ് ആ ബിസിനസ് സൈഡ് പോർട്ട്ഫോളിയോ മൊത്തം നോക്കുന്നത് അവളാണ്. അപ്പാർട്ട് ഫ്രം ദിസ് പോർട്ട്ഫോളിയോ ബാക്കി എല്ലാ പോർട്ട്ഫോളിയോയിലും കക്ഷയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. പിന്നെ 2 കുട്ടികൾ, മൂത്ത ആൾ 13 വയസ്സ് അവന്തിക, താഴെയുള്ള ആൾ 9 വയസ്സ് നവന്ത്. പിന്നെ ഇവിടെ എൻ്റെ അച്ഛനമ്മയുണ്ട്, പാർവതിയുടെ അച്ഛനമ്മയുണ്ട്, പിന്നെ അനിയത്തി, അലിയൻ, അവരുടെ 2 പിള്ളേർ. അങ്ങനെ ഒരു ഒരു വലിയൊരു കൂട്ടുകുടുംബമായിട്ടാണ് കാനഡയിൽ ഇവിടെ ജീവിക്കുന്നത്. ഓക്കെ,
ഫ്യൂച്ചർ പ്രോജക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് മെയിൻ ഫോക്കസ് ആയിട്ടുള്ള IT ട്രെയിനിങ്, അതുപോലെ ഈ ഫ്രൂട്ട്സില്ല എന്നുള്ള ഇതിൻ്റെ മൾട്ടി ബ്രാഞ്ചസ് തന്നെയാണ്, മൾട്ടിപ്പിൾ കൺട്രീസിലുള്ള ബ്രാഞ്ചസ് തന്നെയാണ് ഒരു നെക്സ്റ്റ് ലെവൽ ഫോക്കസ്. ബിക്കോസ് ഈ മൂന്നും എനിക്ക് എന്താ പറയുക, ഒരു ഫ്ലോ ഓൾറെഡി തന്നിട്ടുള്ള പ്രോജക്ട്സ് ആണ്, അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി അതിൻ്റെ നെക്സ്റ്റ് ലെവൽ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അതുകൂടാതെ ഒരു പോർട്ട്ഫോളിയോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വെഞ്ചർ ക്യാപിറ്റൽ എന്നുള്ളൊരു പോർട്ട്ഫോളിയോ നമ്മളിപ്പോൾ ഡിസ്കഷനിലാണ്. മാത്രമല്ല ഒരു എന്താ പറയുക, ഒരു സെറ്റ് ഓഫ് പോർഷൻ അതിലോട്ട് ഓൾറെഡി നമ്മൾ ചെയ്തു തുടങ്ങി. അതായത് സാൻ ഫ്രാൻസിസ്കോ ബേസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോം VC എന്നുള്ള ഒരു വെഞ്ചർ ക്യാപിറ്റലായിട്ട് കൊളാബറേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കാനഡയിൽ നമ്മുടെ സ്വന്തമായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ഇപ്പോൾ ലേണിംഗ് സ്റ്റേജിലാണ്. ബട്ട് തിങ്സ് ഗോയിങ് ഇൻ എ ഗുഡ് ഡയറക്ഷൻ, പ്രോബബ്ലി ബൈ എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ അങ്ങനത്തെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഇമ്മീഡിയറ്റ് തോട്ട് പ്രോസസ്സിലുള്ള കാര്യങ്ങൾ. പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ പറഞ്ഞ ചുറ്റുപാടുള്ള സുഹൃത്തുക്കളും കാര്യങ്ങളും അവരിങ്ങനെ ഓരോ ഐഡിയകൾ വരുമ്പോൾ ചിലപ്പോൾ ഫ്രഷ് ഐഡിയ ആയിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും വളരെ ചിലപ്പോൾ അവർക്ക് വേണ്ടത് ഒരു ഫ്രെയിം വർക്ക് സപ്പോർട്ടും ചെറിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അത് കിക്ക് ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ പല സംരംഭങ്ങളെയും നമ്മൾ കഴിയാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഗെയിൻ ഐ എം ഓപ്പൺ ടു ദാറ്റ്. ആർക്കെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സംരംഭങ്ങളോ ഐഡിയകളോ ഉണ്ടോ, അത് അലൈൻ ടു മൈ തോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ അതും കൺസിഡറബിൾ നെക്സ്റ്റ് കമ്മിങ് ഇയേഴ്സിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന പ്രോജക്ട്സാണ്. കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കേരളീയത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക്. വീണ്ടും പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായി നമ്മൾ വരുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. ടിൽ ദെൻ ഇറ്റ്സ് മീക്ക.